എല്ലാവർക്കും നമസ്കാരം. ടാരോ ഹീലിംഗ് ലൈഫിലേക്ക് സ്വാഗതം. ഞാൻ ഗംഗ. 3 കാർഡ് റീഡിംഗ് തന്നെയാണ് എടുക്കുന്നത്. അപ്പം നിങ്ങളുടെ അവസ്ഥയൊക്കെ എന്താണ് എന്നറിയാൻ ഒരാകാംക്ഷ ഉണ്ട്. അപ്പം നിങ്ങളൊക്കെ സേഫ് ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അവസ്ഥകളൊക്കെ നിങ്ങൾക്ക് ഏത് റീഡിംഗാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പം നമുക്ക് കാർഡ് റിലീവ് ചെയ്യാം. ആദ്യ കാർഡ് വന്നത് കിങ് ഓഫ് വാൻസ്, സെക്കൻഡ് കാർഡ് വന്നത് ദ ഫൂൾ, തേർഡ് കാർഡ് വന്നത് സ്ട്രെങ്ത്. ഇങ്ങനെയാണ് 3 കാർഡ് കിട്ടിയേക്കണത്. ബോട്ടം ഓഫ് ഡെക്ക് വന്നേക്കണത് സെവൻ ഓഫ് കപ്സ്. അപ്പം നമുക്ക് ആദ്യ കാർഡിന്റെ മീനിങ് നോക്കാം. കിങ് ഓഫ് വാൻസ് എന്ന് പറയുമ്പോൾ ധനുരാശിയാണ് സൂചിപ്പിക്കുന്നത്. ധനുരാശിയുടെ മൂലതത്വം എന്ന് പറയുമ്പോൾ അഗ്നിയാണ്. രാശ്യാധിപൻ വരുന്നത് വ്യാഴമാണ്. വ്യാഴം പ്രസാദിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ടോപ്പിൽ നിങ്ങൾക്ക് എത്താൻ പറ്റും. അതിന് സ്ട്രെങ്ത് ഉള്ള ആൾക്കാരാണ് നിങ്ങൾ എന്നുള്ളത് ധനുരാശിയെ സൂചിപ്പിക്കുന്നുണ്ട്. നേടിയെടുക്കാൻ നിങ്ങൾ ഉദ്ദേശിച്ച സകല കാര്യങ്ങളും നിങ്ങൾക്ക് നിറവേറും. അത് താമസിയാതെ തന്നെ നിറവേറും. കാരണം കയ്യിൽ പൂക്കുന്ന ഒരു വടിയുമായിട്ടാണ് രാജാവ് സിംഹാസനത്തിൽ ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ന വ്യക്തി സത്യസന്ധനും വെല്ലുവിളികൾ സ്വീകരിക്കാൻ തയ്യാറായ വ്യക്തിയാണെന്നാണ് അതിനെ സൂചിപ്പിക്കുന്നത്. അതായത് നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയാണ്. അതായത് ഒരു ലീഡർഷിപ്പ് ഏറ്റെടുക്കാൻ പറ്റിയ ഒരു വ്യക്തിയാണ്. നിങ്ങൾക്ക് ഈ ഒരു കാർഡ് ഒരു ഇൻസ്പിറേഷൻ കാർഡും കൂടിയാണ്. അപ്പോൾ ആർക്കൊക്കെയാണോ റെസിനേറ്റ് ആവുക എന്നുള്ളത് അവർ മാത്രം ഇതിന്റെ മീനിങ് എടുക്കുക, അല്ലാത്തവർ ഇത് വിട്ട് കളയുക. കാരണം എൻ്റെ എനർജി ടാരോന്റെ എനർജി നിങ്ങളുടെ എനർജിയും കൂടി കണക്ട് ആകുമ്പോൾ മാത്രമാണ് ഇത് നിങ്ങളുടെ റീഡിംഗ് ആയിട്ട് മാറുള്ളൂ. അപ്പോൾ ഇതൊരു നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് അല്ലെങ്കിൽ ഇൻസ്പിറേഷൻ തരാൻ പറ്റിയൊരു കാർഡാണ്. കാരണം നിങ്ങൾക്ക് ഇവിടെ സ്ട്രെങ്ത് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു സ്റ്റാറ്റസ് കോർണറാണ് നിങ്ങൾ. അതേപോലെ തന്നെ ഒരു അംബിഷൻ, അതുപോലെ മറ്റുള്ളവർക്ക് ഒരു സപ്പോർട്ട്, നിങ്ങൾക്കൊരു ഗ്രോത്ത്, ഒരു എൻജോയ്ഫുൾ ആണ്. ഈ ധനുരാശിക്കാരെപ്പോഴും ഭയങ്കര രസികരായിരിക്കും. അവർ എപ്പോഴും ഒരു എൻജോയ്മെന്റ് ഉള്ള ആൾക്കാരായിരിക്കും. കാരണം വ്യാഴാണ് ധനുരാശിയുടെ അധിപതി. അതുപോലെ തന്നെ നല്ല ക്ലാരിറ്റി ഉണ്ടാവും അവരുടെ. കാരണം അവർ ഇരിപ്പിടത്തിൽ ഉറച്ചിട്ടാണ് ഇരിക്കുന്നത്. മറ്റൊരാൾ പറഞ്ഞ കാര്യങ്ങളൊന്നും ചിലപ്പോൾ നിങ്ങളെന്ന വ്യക്തി എടുക്കാൻ തീരുമാനങ്ങൾ സ്വീകരിക്കാൻ ചിലപ്പോൾ തയ്യാറായി എന്ന് വരില്ല. കാരണം നിങ്ങൾക്ക് നിങ്ങളേതായ ഒരു കാഴ്ചപ്പാടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ലൊരു പവർഫുൾ ആയ വ്യക്തിത്വത്തിന് ഉടമയാണ് നിങ്ങളെന്ന വ്യക്തി. അപ്പൊ നിങ്ങളെ സമീപിക്കുന്നവർക്കും നിങ്ങളൊരു വഴികാട്ടി ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ഈ വാണ്ട് എന്ന് പറയുമ്പോൾ അതിനെ സൂചിപ്പിക്കുന്നുണ്ട്. കാരണം ഈ വാണ്ടില് ഒട്ടേറെ കാര്യങ്ങൾ വാണ്ടിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ മറ്റുള്ളവർക്ക് ഒരു മാതൃക അല്ലെങ്കിൽ ഒരു വഴികാട്ടിയൊക്കെയാണ്. പക്ഷെ നിങ്ങളെ സംബന്ധിച്ച് ഒരു തർക്കം ഭൂമിപരമായിട്ടോ അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥരായിട്ടോ മേലുദ്യോഗസ്ഥരായിട്ടോ ഒരു തർക്കം വരാനും കൂടി സാധ്യത ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ജന്മരത്നം, അതായത് ജന്മനക്ഷത്രം പോലെ തന്നെ ജന്മരത്നം എന്ന് പറയുന്നത് കറുത്ത മുത്താണ്. അത് നിങ്ങൾക്ക് ധരിക്കാം. പിന്നെ ഇതിന്റെ അവസാനം ഒരു ശ്ലോകം ചൊല്ലുന്നുണ്ട്. നിങ്ങൾക്ക് അത് ഏറ്റി ചൊല്ലാം. നിങ്ങളെന്ന വ്യക്തി നല്ല കറേജും സ്ട്രെങ്ത്തും അതുപോലെ കിരീടം സൂചിപ്പിക്കുന്നത് നിങ്ങൾക്ക് നല്ലൊരു ഉയർന്ന ഉദ്യോഗത്തിൽ ഇരിക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ മറ്റുള്ളവരെ ഒരു മേലധികാരിയെ പോലെ നിങ്ങളൊരു ഉയർന്ന സ്ഥാനമാനങ്ങൾ, ഉന്നതാധികാരങ്ങളൊക്കെ ഭാവിയിൽ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയാണ് ഈ കിരീടത്തെ സൂചിപ്പിക്കുന്നത്. അപ്പൊ നിങ്ങളെന്ന വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ഒരു ഗ്രോത്ത് നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ് വാണ്ട് കാണിക്കുന്നത്. അപ്പൊ നിങ്ങളെന്ന വ്യക്തിക്ക് നല്ല ഗ്രോത്ത് ഉണ്ടാവും. നിങ്ങൾ സ്ട്രെങ്ത് ആണ്, ഒരു ഒപ്റ്റിമസ് ആണ്, നല്ല ക്ലാരിറ്റി ഉള്ള ലൈഫായിരിക്കും. അതുപോലെ തന്നെ ഒരു പവർഫുൾ വ്യക്തിയാണ് എന്ന് ഇതിന് പറയാം. ടു വിത്ത് സ്റ്റാൻഡ് ഫ്ലെയിംസ് എന്നും പറയാം. കാരണം നിങ്ങളെന്ന വ്യക്തിയുടെ ആ ഇരിപ്പിടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതെല്ലാം കഴിയുമെന്നും പ്രാപഞ്ചികമായിട്ട് നിങ്ങൾക്ക് ഭരണ അധികാരങ്ങൾ, അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്ട്രെങ്ത് ഉപയോഗിച്ച് നിങ്ങൾ ഒരു നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയും ഉയർന്ന ഉന്നത ഉദ്യോഗസ്ഥനാവാനും ഉന്നത അധികാരത്തിൽ ഇരിക്കാനും സാധ്യത ഈ കാർഡ് കാണിക്കുന്നുണ്ട്. രണ്ടാമത്തെ കാർഡ് വന്നേക്കുന്നത് ദ ഫൂളാണ്. ദ ഫൂള് കാണിക്കുമ്പോൾ എന്തൊരു വെല്ലുവിളി വരാൻ പോകുന്നുണ്ട് എന്നുള്ളത്. നിങ്ങൾക്കൊരു ഭൂമി തർക്കം പറഞ്ഞല്ലോ, ഭൂമി തർക്കമോ അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥന്മാരായിട്ട് നിങ്ങൾക്കൊരു തർക്കമോ, കാരണം പ്രമോഷനൊക്കെ സംബന്ധിച്ചൊരു തർക്കമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സർക്കാരുമായിട്ട് ഒരു തർക്കമോ, ഇതൊക്കെ സാധ്യത സൂചിപ്പിക്കുന്നുണ്ട്. അതായത് ഒരു തർക്കം, അതായിരിക്കാം ദ ഫൂള് വന്നത്. ഒരു വെല്ലുവിളി നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ സാധ്യത ഉണ്ട്. ദ ഫൂള് എന്ന് പറയുമ്പോൾ
ഒരു ഓപ്പർച്യൂണിറ്റി ആണ്. പക്ഷെ ഒരു അശ്രദ്ധ നിറഞ്ഞ, ഒരു അജ്ഞത നിറഞ്ഞ ഒരു ലൈഫിലേക്ക് എടുത്ത് ചാടരുത്. കാരണം മുന്നോട്ട് പോകും തോറും നിങ്ങൾക്ക് ജീവിതത്തിൽ വരാൻ പോണ വെല്ലുവിളികള്, മുൻകാല ജീവിതത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വെല്ലുവിളി നിറഞ്ഞതുണ്ടെങ്കിൽ അത് നിങ്ങൾ ഒരു ഓർമ്മയിൽ വെച്ചിട്ട്, കാരണം നിങ്ങൾ ഒരു ഇന്നസെന്റ് വ്യക്തിയാണ്. സത്യം പറഞ്ഞാൽ നിങ്ങളൊരു ഇന്നസെന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് ഇതൊരു ന്യൂ ബിഗിനിങ്ങിന്റെ തുടക്കമാണ്. ഒരു സ്പിരിച്വൽ മൈൻഡ്, പിന്നെ നോ എക്സ്പീരിയൻസ്, അതായത് നിങ്ങളുടെ മുൻകാല ജീവിതത്തിൽ നിന്ന് നിങ്ങളൊന്നും പഠിച്ചില്ല എന്ന് കാണിക്കുമ്പോൾ ധനുരാശിനെ തന്നെയാണ് വീണ്ടും സൂചിപ്പിക്കുന്നത്. അവിടെ തർക്കങ്ങൾ ഉണ്ടാവാം, വെല്ലുവിളി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവാം. സർക്കാരുമായിട്ടോ ഉയർന്ന ഉദ്യോഗസ്ഥരായിട്ടോ നിങ്ങൾക്ക് തർക്കങ്ങൾ ഉണ്ടാവും. അത്തരം തർക്കങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു മുൻകരുതൽ എടുക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം നിങ്ങൾക്ക് പറ്റിക്കപ്പെടാൻ നിങ്ങൾ ഒട്ടേറെ സാധ്യത ഉണ്ട്. നിങ്ങളെന്ന വ്യക്തി എപ്പോഴും കാം ക്വയറ്റായിട്ടിരിക്കുക. വരാൻ പോണ വെല്ലുവിളികളെ ഒന്ന് സസൂക്ഷ്മം ശ്രദ്ധിക്കുക. എവിടെയാണ് നിങ്ങൾക്ക് പറ്റണ പാളിച്ച എന്നുള്ളത് സസൂക്ഷ്മം ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ മുന്നോട്ട് പോകാൻ. അഗാധമായ കൊക്കയാണ് അപ്പുറത്ത്, തൊട്ടപ്പുറത്ത് മലകളും കുന്നും കടലും എല്ലാം ഉണ്ട്. അപ്പൊ നിങ്ങളെന്ന വ്യക്തി ചിന്തിക്കേണ്ടത് ഒരു വീഴ്ച അല്ലെങ്കിൽ ഒരു വെല്ലുവിളി എവിടെയോ ലൈഫിൽ ഉണ്ട്, അതിനൊരു പ്രിക്കോഷൻ എടുക്കണം എന്നുള്ളതിനെ സൂചിപ്പിക്കുന്നുണ്ട്. യൂണിവേഴ്സ് ആണ് നിങ്ങൾക്ക് മുന്നറിയിപ്പ് തരുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആ മുന്നറിയിപ്പ് കാര്യമായിട്ട് തന്നെ ശ്രദ്ധിക്കുക, എടുക്കുക, അതിനനുസരിച്ച് മുന്നോട്ട് പോവുക. ഇനി മൂന്നാമത്തെ കാർഡിന്റെ മീനിങ് നോക്കാം. സ്ട്രെങ്ത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും, നിങ്ങൾ ഒരു സിംഹത്തെ, നിങ്ങളെന്ന വ്യക്തി നിങ്ങളുടെ ചിന്തകളെ അല്ലെങ്കിൽ ചുറ്റുപാട് ഉള്ള വെല്ലുവിളികളെ കീഴടക്കുകയാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. കാരണം ഒരു സിംഹത്തിനെയാണ് കീഴടക്കുന്നത് ഒരു സ്ത്രീ. അപ്പൊ നിങ്ങളുടെ ചുറ്റും ഉണ്ടാവുന്ന ഏതൊരു വെല്ലുവിളി നിറഞ്ഞ സാഹചര്യത്തെയും നിങ്ങൾ നിങ്ങളുടെ ശക്തി ഉപയോഗിച്ച് കീഴ്പ്പെടുത്താൻ അല്ലെങ്കിൽ അതിനെ ശാന്തമാക്കാനും നല്ല ക്ഷമാപൂർവമായിട്ട് നിങ്ങൾ കാര്യങ്ങളെ നോക്കിക്കാണണം. നിങ്ങളുടെ ലക്ഷ്യത്തിലെത്താൻ നിങ്ങൾക്ക് ആന്തരിക ശക്തിയുണ്ട്. അത് നിങ്ങളുടെ ഈ പ്രതിസന്ധിയെ മറികടക്കാൻ നിങ്ങൾക്ക് കഴിയും. അതിനെ സൂചിപ്പിക്കുന്നുണ്ട്. എല്ലാ ബലഹീനതകളും മറികടന്ന് നിങ്ങൾ അതിനെ കീഴടക്കുന്നുണ്ട്. നിങ്ങളെന്ന വ്യക്തിയുടെ ചുറ്റുപാടുകളിലുള്ള ബലഹീനത എന്താണെങ്കിൽ അതെല്ലാം നിങ്ങളെന്ന വ്യക്തി അതിനെ മറികടന്നിട്ട് അതിനെ തരണം ചെയ്തിട്ട് നിങ്ങളെന്ന വ്യക്തിയുടെ സ്ട്രെങ്ത് നിങ്ങളവിടെ കാണിക്കുന്നുണ്ട്. അപ്പൊ സ്ട്രെങ്ത് കാർഡാണ്. പക്ഷെ തൊട്ടടുത്തുള്ള ബോട്ടം ഓഫ് ഡെക്ക് കാണിക്കുന്നത് ഒരു 7 ഓഫ് കപ്സ് ആണ്. 7 ഓഫ് കപ്സിൽ നിങ്ങളൊരു വിസ്ഡം ഉള്ള ആളാണ്, പക്ഷെ വെല്ലുവിളി നിറഞ്ഞ ഒരു വ്യക്തിയാണ്. അതുപോലെ നിങ്ങൾ സ്ട്രെങ്ത് ഉള്ള ആളാണ്. സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഒരു മത്സരത്തിലൊക്കെ പങ്കെടുക്കുകയാണെങ്കിൽ, അതായത് ഒളിമ്പിക് പോലത്തെ മത്സരത്തിനൊക്കെ പങ്കെടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ അവിടെ ഫുള്ളായിട്ടും നിങ്ങളുടെ ഫോഴ്സ് ഉപയോഗിച്ച് നിങ്ങളുടെ സ്ട്രെങ്ത് അവിടെ കാണിക്കേണ്ടത്. എന്നിരുന്നാലാണ് നിങ്ങൾക്ക് ആ വെല്ലുവിളി നിന്ന് മുന്നേറി നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യത്തിനെത്താൻ കഴിയുള്ളൂ. 7 ഓഫ് കപ്സ് കാണിക്കുന്നത് നിങ്ങൾ നടത്തേണ്ട ഒരു തെരഞ്ഞെടുപ്പ്. ഇത് പക്ഷെ നിങ്ങൾക്കൊരു യൂണിവേഴ്സ് തരുന്ന ഒരു ഗിഫ്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഏതാണ് നിങ്ങൾക്ക് വേണ്ടത്. ആഭരണങ്ങൾ വേണോ, അതുപോലെ വിജയത്തിന്റെ ഒരു ഹാരം വേണോ, മഹാസർപ്പുണ്ട്. അത് മഹാസർപ്പം എന്ന് കാണിക്കുന്നത് ഒരു മഹാശാപത്തിനെ സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മേഘങ്ങളുണ്ട്, കപ്പുണ്ട്, മനുഷ്യനുണ്ട്, പിശാചുണ്ട്, എല്ലാതും ഉന്നതാധികാരമുണ്ട്, പണമുണ്ട്, പ്രശസ്തിയുണ്ട്, എല്ലാതും ഉണ്ട്. എല്ലാം ആകർഷണങ്ങളായ വാഗ്ദാനങ്ങളാണ്. പക്ഷെ ഇതെല്ലാം ഭാവനയും കൂടിയാണ് എന്നൊരു ചിന്ത വേണം. കാരണം ഭാവന എന്ന് പറയുമ്പോൾ ഇതെല്ലാം എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ആവാം, അങ്ങനെ ആവാം. കാരണം ധനുരാശിക്കാര് രസികരാണ്. അവർക്ക് ഇത്തിരി ഭ്രമാത്മകത കൂടും, അല്ലെങ്കിൽ ഭാവന കൂടും. അപ്പൊ ഇത് തിരിച്ചറിഞ്ഞിട്ട് വേണം നിങ്ങൾ മഹാദേവനെ ഗുരുവായിട്ട് ഞാൻ ചെല്ലണ ഒരു ശ്ലോകം. ഈ ശ്ലോകം നിത്യം ജപിക്കാൻ ശ്രമിക്കൂ. നിങ്ങൾക്ക് പേരും പ്രശസ്തിയും എല്ലാം വന്നു ചേരും. മഹാദേവായ ദേവായ രുദ്രായ ഹര ഹര ശിവായ നമഃ. ഓം മഹാദേവായ ദേവായ രുദ്രായ ഹര ഹര ശിവായ നമ. നിങ്ങൾക്ക് ഇവിടെ തിരഞ്ഞെടുക്കേണ്ട വെല്ലുവിളികളും അതുപോലെ തന്നെ ഓപ്ഷനും ഒട്ടനവധി
പ്രതിസന്ധികളും എല്ലാം നിങ്ങൾക്കുണ്ട്. അതായത് ഒരു യൂണിവേഴ്സ് തന്നിട്ടുള്ളത് ഓഫറുകളാണ്, പക്ഷെ പ്രലോഭനങ്ങളുമാണ്. അപ്പൊ ഏത് ഓപ്ഷൻ വേണമെന്ന് നിങ്ങളെന്ന് വ്യക്തി തിരഞ്ഞെടുക്കുക. അതിനനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ ലൈഫ് സക്സസ് ആയി മാറുന്നതാണ് എന്നാണ് യൂണിവേഴ്സിന്റെ ഗൈഡൻസ് നിങ്ങൾ, അതായത് ധനുരാശിക്കാർക്കുള്ളത്. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്നെ വാച്ച് ചെയ്യണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണം എന്നെ ഒന്ന് വാച്ച് ചെയ്യാൻ. അതുപോലെ തന്നെ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്യൂ. റീഡിങ് ആർക്ക് വേണേലും എപ്പോൾ വേണേലും എടുക്കാവുന്ന കാര്യമുള്ളൂ. പക്ഷെ പരിഹാരമാണ് പരമാവധി പലർക്കും പറഞ്ഞു തരാൻ അറിയാത്തത്. അല്ലെങ്കിൽ പരമാവധി ആൾക്കാർ റീഡിങ് മാത്രമേ എടുക്കാറുള്ളൂ, പരിഹാരം ആർക്കും പറഞ്ഞു കൊടുക്കാറില്ല. എൻ്റെ വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ട പരിഹാരങ്ങളും കൂടി ഞാൻ നിർദ്ദേശിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ വാച്ച് ചെയ്യാൻ ശ്രമിക്കൂ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.